പിള്ളവാ ദാ നിക്കണ്. ഹലോ ഹലോ ഹലോ. താങ്ക് യു സോ മച്ച്. നോ പ്രോബ്ലം. തന്റെ പേരെന്താ? രജനികാന്ത്. നൈസ് മീറ്റിംഗ് യു. ശരി കാണാം. ഓ കണ്ടേ പറ്റൂ. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ വാക്ക് കേൾക്കാതെ അവനെ കാണാൻ പോയി അല്ലേ? ശരി വാ. എന്താ സുഖം തന്നെയാണോ? സുഖമില്ല. നീ എന്താ ആശുപത്രി കൊണ്ടുപോകുന്നോ? എങ്ങോട്ടാ പോകണ്ടെന്ന് വെച്ചാ അത് മാത്രം പറ. എന്നിട്ട് അവനെ കണ്ടോ നീ? ഇല്ല. പിന്നെ പട്ടയമില്ലാത്ത പ്രോപ്പർട്ടി ആണെങ്കിലും വാങ്ങിക്കാം, ലിറ്റിഗേഷൻ ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ശരി, സ്ഥലമുണ്ട് ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വാങ്ങിക്കാം. ഡോക്യുമെന്റ്സ് ഉണ്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ മുന്നേയുടെ കാര്യം ഇപ്പൊ അതുപോലെ തന്നെയാ. ഞങ്ങൾ സംസാരിച്ച് തീരുന്ന ഒരു വണ്ടി എടുക്കൂലേ? ലക്ഷ്മി, ഈ പയ്യൻ എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഓക്കെ, വലിയ കുഴപ്പമില്ല. ഇവൻ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇപ്പൊ പറ എങ്ങനെയുണ്ടെന്ന്. ആള് കൊള്ളാലോ. കൊള്ളാല്ലേ? അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മാത്രമല്ലടി, സൈഡ് ഇൻകം ആയിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചെയ്യുന്നുണ്ടെന്ന്. അമേരിക്കയിലും റിയൽ എസ്റ്റേറ്റ്. അതുകൊണ്ടല്ലേ ഞാനും അങ്ങ് സമ്മതിച്ചത്. ഇവന്റെ കാര്യത്തിൽ സൈറ്റും ഡോക്യുമെന്റ്സും എല്ലാം കറക്റ്റാ. ചിന്നു ഓക്കെ പറഞ്ഞ ഉടനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ മുന്നയുടെ കാര്യം അറിയുന്നവരെ ചിന്നു സമ്മതിക്കില്ലല്ലോ. മുന്നേ അവളുടെ അമ്മൂമ്മയുടെ ചിന്നു അവിടെ പാവല്ലേ, പെൺകുട്ടിയാണെന്ന് വിചാരിച്ച് ചെല്ലം കൊടുത്തപ്പോ തലേ കയറി നിന്ന് കൊത്താൻ നോക്ക. ഇന്ന് അവളെ ഞാൻ ചിന്നു അവിടെ അവളിപ്പോ റൂമിനകത്തുണ്ട്. Who is the dog dog boo boo boo? Who is the dog dog boo boo boo? We are rocking. Yeah, we were rocking. Yeah. ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കണ്ട പെൺകുട്ടികളുടെ ജീവിതം തൊലയ്ക്കുന്നത്. എന്താ മോളെ, അവനെ സ്വപ്നം കാണുകയായിരുന്നോ? അടുത്ത പ്രാവശ്യം സ്വപ്നത്തിൽ വരുമ്പോ എന്നെ വന്നൊന്ന് കാണാൻ പറ. എന്തിനാ? എന്റെ മോളെ, നീ ലണ്ടനിൽ പോയി MBBS പഠിച്ചിട്ട് വന്ന പെണ്ണ. ഇപ്പോഴും അവനെ വിചാരിച്ചോണ്ടിരുന്ന അവൻ എവിടെ ഉള്ളത്? വരാൻ പറ ഇങ്ങോട്ട്. അതുകൊണ്ടല്ലേ ഞാൻ എത്തിന്നുള്ള കാര്യം പറയാൻ ഇവളെ അങ്ങോട്ട് അയച്ചത് തന്നെ. എന്നിട്ട് എന്തായി? വന്നോ ഇങ്ങോട്ട്? എങ്ങനെ വരാനാ? ഉണ്ടെങ്കിലല്ലേ വരൂ. ചിന്നുമോളെ, നിനക്ക് നല്ലൊരു ഭാവി വേണം. ഭർത്താവെന്ന് പറഞ്ഞാൽ ഭാര്യയെ സ്നേഹിക്കണം, അവളുടെ കൂടെ ഉണ്ടാവണം. കഷ്ടമായിരുന്നാലും സുഖമായിരുന്നാലും നിന്നെ വിട്ട് പോകരുത് അവൻ. അങ്ങനത്തെ ഒരുത്തനായിരിക്കണം നിനക്ക് ഭർത്താവായി വരേണ്ടത്. എക്സാക്ട്ലി, യു ആർ റൈറ്റ് അങ്കിൾ. ഇത്രയും കാലം ഞാൻ അവനെ എന്തിനാ പ്രേമിച്ചത് എനിക്ക് പിടിയില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇത്രയും വിശ്വസ്തതയും ഇത്രയും കോൺഫിഡൻസും ഞാൻ ഇത്ര എളുപ്പത്തിന് അവൻ എന്നിൽ വളർത്തി. പുലിയാടാ, എന്റെ രണ്ടു മക്കളും പുലികളാ. അവരെ പിടിച്ച് ജയിലിലാക്കി. 6 വർഷമായിട്ട് അവർ ജയിലിനകത്താ. ആലോചിക്കുമ്പോ വയറ്റിനകത്ത് തീ കത്തുക. അവരെന്റെ അടുത്തില്ലാത്തത് എന്റെ കൈയും കാലില്ലാത്ത പോലെയാ. ശരി, എപ്പോഴവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റും? നിന്നോടാ എപ്പോഴവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റും? സാർ വിചാരിക്കുന്ന പോലെ ഇതത്ര നിസ്സാര കാര്യമല്ല. കുരുക്കുകൾ ഒരുപാടുള്ളതാ. മക്കൾ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജയിലിൽ കിടന്നിരുന്നെങ്കിൽ ഈ ആഗസ്റ്റ് 15-നെങ്കിലും പുറത്തു കൊണ്ടുവരായിരുന്നു. ജയിലിനകത്ത് ജയിലറെ തന്നെ ഇടി കൊടുത്താ പിന്നെ കോപ്പയെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഇതിൽ നിങ്ങൾ തലയിടണ്ട. ഇവനെ മന്ത്രിയാക്കിയത് ഞാനാ. അതുകൊണ്ടാണ് ഞാൻ ഇവനെ അടിച്ചത്. എന്റെ മക്കള് മാത്രമല്ല, നിനക്ക് വേണ്ടി ഞാനും കുറെ പേരെ കൊന്നിട്ടുണ്ട്. ഇലക്ഷനിൽ നിന്ന് നിന്നെ ജയിപ്പിക്കാൻ വേണ്ടി. എന്റെ അടുത്ത് റൂൾസും സെക്ഷനും ഒന്നും പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഓഗസ്റ്റ് 15-ാം തീയതി എന്റെ മക്കൾ എന്റെ വീട്ടിലുണ്ടായിരിക്കണം. സോറി. അതൊന്നും കുഴപ്പമില്ല. ഞാൻ സോറി പറഞ്ഞത് നിന്നെ അടിച്ചതല്ല, വിഷമം കൊണ്ട് ഞാൻ നിന്നോട് സോറി പറഞ്ഞതല്ല. നിന്നെപ്പോലൊരു തെണ്ടിയെ ഞാൻ അടിച്ചു പോയല്ലോ എന്നോർത്ത് ഞാൻ സ്വയം സോറി പറഞ്ഞതാടാ. ശരി, ആദ്യം ഞാൻ പറഞ്ഞ ജോലി നീ ചെയ്, എന്നിട്ട് നീ എന്നെ വന്ന് കണ്ടാ മതി. സോറി. നമസ്കാരം സാർ. ശിവാനന്ദം മരിക്കണം, അതാണ് എന്റെ ജീവിത ലക്ഷ്യം. കുറെ വർഷം കൊണ്ട് ഞാൻ ശ്രമിക്കുക, പക്ഷേ നടന്നില്ല. അവന്റെ ശവം എനിക്ക് കാണണം, എത്ര ചെലവായാലും.
ചുമ്മാ വിഷമിക്കാതെ ഡാർലിംഗ്, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം. മഹാദേവനെ പറ്റി നിനക്കറിയില്ല. ഒരു സംശയം, ആരായി മഹാദേവൻ? എടാ, ഇവനടുത്ത് നീ ഒന്നും പറഞ്ഞില്ലേ? ഇദ്ദേഹമാണ് അദ്ദേഹം. സോറി ഡാർലിംഗ്. അല്ല, ഈ ശിവാണനും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? പറയാൻ മനസ്സിലടാ, ഞങ്ങളുടെ പല പ്രശ്നമുണ്ട്. അതൊക്കെ പറയാൻ പറ്റുമോ? കൊല്ലാൻ പറ്റുമോ നിനക്ക്? കൊല്ലം. ശിവാനന്ദനെ അറിയോ? എപ്പോഴെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ശിവാനന്ദനെ ഇവര് കാണിച്ചു കൊടുക്ക. ഒരു ചായ പറ. ആ മഹാദേവന് വേണ്ടി ജോലി ചെയ്തിട്ട് എന്റെ അടുത്ത് കയറി ഉടക്കുന്നോ? എന്റെ വഴി ആര് ക്രോസ് ചെയ്താലും എനിക്ക് ഇഷ്ടപ്പെടില്ല. ആവശ്യമില്ലാതെ എന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കയറി ക്രോസ് ചെയ്യരുത്. ജയിലിനകത്ത് കിടക്കുന്നത് അവന്മാർക്ക് സേഫ്. അവന്റെ സർവീസ് റിവോൾവർ അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. പോലീസുകാരന്മാരെ എനിക്കിഷ്ടമാ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. സൂക്ഷിച്ചോ. എന്താ നീ കാണിച്ചത്? പോലീസുകാരൻ എന്തിനാ വെടിവെച്ചത്? അണ്ണ തിരിഞ്ഞതും അണ്ണനെ കൊല്ലാൻ നോക്കി വരുന്നു. വെടിവെക്കൂ, വെടിവെക്കുമെന്ന അവനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോടാ. പെട്ടെന്ന് കൊണ്ടുപോടാ. ഒരു മിനിറ്റ്. ഹോസ്പിറ്റൽ എൻക്വയറി പ്രോബ്ലംസ്. തട്ടിക്കളയുടെ എന്റെ അമ്മോ, ഇയാളാണോ? അതെ. ചുമ്മാ അതല്ല 1 കോടി രൂപ തരാന്ന് പറഞ്ഞത്. ഇത് വലിയ കൊട്ടേഷൻ ആണല്ലോ. എനിക്ക് ഒരു 10 ലക്ഷം അർജന്റായിട്ട് വേണം. മിനിഞ്ഞാന്നല്ലേ 10 ലക്ഷം രൂപ വന്നത്? അത് ചെലവായി പോയടേ. ഇത് സാധാരണ കാര്യമാണോ? അങ്ങേരും നോക്ക്, ഒരു 10 ലക്ഷം ഒന്ന് പെട്ടെന്നെങ്കിൽ തരാൻ പറ. എന്താ 10 ലക്ഷോ? എന്തിനു വേണ്ടിയാ? 10 ലക്ഷം രൂപയ്ക്ക് അവൻ എന്തോ ഒരു ഡ്രസ് എടുക്കണമെന്ന്. ശരി, സൗത്ത് പാർക്കിലേക്ക് വരാൻ പറ. എന്റെ നമ്പർ കൊടുത്തേക്ക്. നീ സൗത്ത് പാർക്കിൽ പോയി വെയിറ്റ് ചെയ്യേ. അവിടെ വന്ന് മുരളി പണം തരും. ഇതാരാ മുരളി? സാറിന്റെ മോനാ. ഓ, സാറിന്റെ മോനാണോ? 2 എണ്ണം അകത്ത് കിടപ്പുണ്ട്, 3ാമത്തത് വെളിയില്, അങ്ങനെയല്ലേ? അതെ. ഓക്കെ. ഈ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന വിശ്വനാഥനെ അറിയാവോ? അറിയില്ല. എന്താ? ഞാൻ ചുമ്മാ ചോദിച്ചതാ. നീ ഒന്ന് പോവാൻ നോക്ക്. ഇത് തന്നെയല്ലേ സൗത്ത് പാർക്ക്? നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന വിശ്വനാഥനെ അറിയാവോ? എനിക്കറിയില്ല. ഓക്കെ. ഹായ് ബേബി, ഹൗ ആർ യു? ലണ്ടനിൽ നിന്ന് എപ്പോഴാ എത്തിയത്? ഇന്നലെ എത്തിയത്. നീ വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നേ ഇല്ലല്ലോ. വരാന്ന് വിചാരിച്ചതാ, നടന്നില്ല. ഒരു പൂവാലൻ എത്തിയിട്ടുണ്ട്. Just 1 minute. Okay. Yes. എന്റെ അല്ലേടി, വേറെ ആരെയോ കൊത്താൻ വന്നതാ. പയ്യൻ സ്റ്റൈലായിട്ടുണ്ട്. നീ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ ചിന്നുവിന് ഈ ഡ്രസ് സൂപ്പർ ആയിരിക്കും. ഇത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ. എന്റെ പൊന്നു മോളെ, ചക്കരക്കുട്ട, പൊന്നൂട്ട, ഇതേതോ വട്ട് കേസാണോ? നീ എവിടെയാടാ ഉള്ള? ഇവിടെയുള്ള ബൊമ്മ അവൻ കെട്ടിപ്പിടിച്ച്. എന്റെ ചിന്നുവിന് ഈ ഡ്രസ് മതി. ഇതിന്റെ റേറ്റ് എവിടെയായിട്ടിരിക്കുന്നെ? കാണാനല്ലോ. എവിടെ? എന്തായി കാണിക്കുന്നെ? What the hell are you doing? മിടിയെ പൊക്കി നോക്കുക. അതെന്നെ ഞാനും ചോദിക്കുന്നെ. തനിക്കെന്താ വട്ടാ? പൊക്കിയത് നിന്റെ മിടി അല്ലല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം, മനസ്സിലായോ? നിന്നെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാടി ഇങ്ങനെ ചാടുന്നേ? എന്തിനാ ഡി എന്നോ? What rubbish are you talking? You don't have any respect for women?
ഹലോ മാഡം, ഞാൻ നിങ്ങളെ പോലെ കോൺവെന്റ് ബേബി അല്ല, ചെന്നൈയിലെ സ്ലമ്മാ. കുറച്ച് സ്മെല്ല് വരും, പക്ഷെ കറി വെച്ച എന്താണ് കറി വെച്ച? All double meaning dialogues. Sir, look at him. He's talking so much of shit. ഇതുപോലത്തെ നാറികളൊക്കെ ആരെയും കോംപ്ലക്സിനകത്ത് വിട്ടത്? നിങ്ങൾ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. പോയിക്കോ. Be careful. പോയിക്കോന്നേ.